ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധി മരണപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രാജിവെക്കേണ്ടി വരികയോ ചെയ്താൽ ആ മണ്ഡലത്തിൽ 6 മാസങ്ങൾക്കുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് ചട്ടത്തിൽ പറയുന്നത്. എന്നാൽ ആ ചട്ടം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പൂനെ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്യുകയുണ്ടായി. പൂനെ ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്ന BJP നേതാവായ ഗിരീഷ് ബാപ്പട്ടിന്റെ മരണശേഷം ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള ഹർജി മുംബൈ ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശ്വാസമായിരിക്കുകയാണ്. 2023 മാർച്ച് മുതൽ പൂനെ ലോക്സഭാ മണ്ഡലത്തിന്റെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ്. അതേ തുടർന്ന് 2023 ഡിസംബർ 13 പൂനെ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ബോംബെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടിരുന്നു. ആ ഹൈക്കോടതിയുടെ ഉത്തരവിനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹർജി പരിഗണിക്കവേ ഇടക്കാല സ്റ്റേ നൽകുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 151A വകുപ്പ് ഈ കേസിൽ ബാധകമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇതനുസരിച്ച് 1 വർഷത്തിൽ താഴെയാണ് കാലാവധിയെങ്കിൽ അതത് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനിക്കാൻ സാധിക്കും. പൂനെ ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. ഹൈക്കോടതി ഈ വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു. പൂനെയിൽ BJP MP ആയിരുന്ന ഗിരീഷ് 2023 മാർച്ച് 29 മരണപ്പെട്ടിരുന്നു. 17ാം ലോക്സഭയുടെ കാലാവധി 2024 ജൂൺ 16 വരെയാണെന്നും ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. ഈ കേസിന്റെ അടുത്ത വാദം മാർച്ചിലോ ഏപ്രിലോ നടക്കുമെന്നതാണ് സൂചന. അതിനിടെ ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതോടെ പൂനെ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. ശിവസേന സഖ്യത്തിൽ മത്സരിച്ചപ്പോഴാണ് BJP മണ്ഡലത്തിൽ വിജയിച്ചത്. ശിവസേന ഇല്ലാതെ മത്സരത്തിന് ഇറങ്ങുക എന്നത് BJPയെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയാണ്. അന്ധേരി ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഉദ്ധവ് താക്കറെക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും BJPക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താതെ മുന്നോട്ട് പോവുക എന്നതായിരുന്നു BJPയുടെ ആഗ്രഹവും. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിൽ ശരിക്കും ആശ്വാസം കിട്ടിയിരിക്കുന്നത് BJPക്ക് തന്നെയാണ്.